ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ FC ബാഴ്സലോണയ്ക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് 1-2 ഗോളുകൾക്കാണ് PSG അവരെ പരാജയപ്പെടുത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ PSG ബാഴ്സയ്ക്ക് മേൽ ആധിപത്യം പുലർത്തി എന്നുള്ളതാണ്. പല സുപ്രധാന താരങ്ങൾ ഇല്ലാഞ്ഞിട്ട് പോലും ബാഴ്സയ്ക്കെതിരെ മികച്ച പ്രകടനം നടത്താൻ PSG സാധിക്കുകയായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഫ്രഞ്ച് ഇതിഹാസമായ തിയറി ഹെൻറി തൻ്റെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. അതായത് ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ എക്സ്പോസ് ആയി തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും അതിനെതിരെ തന്ത്രങ്ങൾ പ്രയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഹെൻറി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ചാമ്പ്യൻസ് ലീഗിലെ ബിഗ് മാച്ചുകളിൽ ഒരിക്കലും ഹൈലൈൻ ഡിഫൻസ് കളിക്കാൻ പാടില്ല എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഹെൻറി ഈ പരിശീലകന് നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഹാൻസി ഫ്ലിക്ക്, ചാമ്പ്യൻസ് ലീഗിൽ ഒരിക്കലും നിങ്ങൾ ഈ ഹൈലൈൻ ഡിഫൻസ് വെച്ചുകൊണ്ട് ഇങ്ങനെ കളിക്കാൻ പാടില്ല. വലിയ ടീമുകൾക്കെതിരെ ഇത്തരത്തിൽ ഹൈലൈൻ ഡിഫൻസ് വെച്ച് കളിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ എക്സ്പോസ് ആയി തുടങ്ങിയിരിക്കുന്നു. PSG-ക്കെതിരെ അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് ഓരോ മിനിറ്റിലും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും മാറാൻ നിങ്ങൾ റെഡിയായില്ല. ചില സമയത്ത് പരിശീലകർ അവരുടെ രീതികളിൽ തന്നെ അടിയുറച്ചു നിൽക്കും. എന്തൊക്കെ സംഭവിച്ചാലും അതിൽ തന്നെ തുടരും. പക്ഷേ ബിഗ് മാച്ചുകളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് തിരിച്ചടിയായി മാറുകയാണ് ചെയ്യുക. ഇതാണ് ബാഴ്സലോണ പരിശീലകന് തിയറി ഹെൻറി ഒരു വാണിംഗ് ആയിക്കൊണ്ട് നൽകിയിട്ടുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ FC ബാഴ്സലോണയ്ക്ക് ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ്. അടുത്ത മത്സരത്തിൽ അവരുടെ എതിരാളികൾ സെവിയ്യയാണ്. ഒക്ടോബർ 5 രാത്രി ഇന്ത്യൻ സമയം 7:45 ഈ മത്സരം നടക്കുക. നിലവിൽ ലാലിഗയിൽ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നത് FC ബാഴ്സലോണ തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.